नहमदुहु व नस्तईनुहु व नुमिनु बिहि व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिलहु फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअदु फ़इन्न अस्तक़ल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिहि व ला तमूतुन्न इल्ला व अൻതും മുസ്ലിമൂൻ। സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അള്ളാഹു തയ്യാറാണ് എന്നും, പക്ഷേ ചോദിക്കുവാൻ നമ്മൾക്ക് സമയമില്ലല്ലോ, അങ്ങനെ നമ്മളായിത്തീരരുത് എന്നുമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നും, നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനയിൽപ്പെട്ടതാണ് അവനോട് നമ്മൾ നടത്തുന്ന യാചന എന്നുമാണ് നമ്മൾ ബാക്കി ഭാഗമായി സൂചിപ്പിച്ചത്. ഇത് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നൊരു ചോദ്യം. ഇത്രയേറെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനക്കും ഉത്തരം ലഭിക്കാറില്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും ഒരു പരാതികളിലോ ചർച്ചകളിലോ വരുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിന് ലജ്ജയുണ്ട്. അയ്യർഫഅ ഇലൈഹി യദൈഹി ഫയറുദ്ദുഹുമാ സിഫറ. ഒരാൾ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും തിരിച്ച് കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന് ലജ്ജയുള്ള കാര്യമാണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്രയോ പ്രാർത്ഥിക്കുന്നു, പക്ഷെ പലതും വർഷങ്ങളോളമായി പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ, കിട്ടാത്തവരുണ്ടല്ലോ. സഹോദരങ്ങളെ, അതിന് കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകണം, അറിവുള്ളവരാകണം, തെറ്റ് നമ്മുടേത് തിരുത്തണം. ഇതിനെക്കുറിച്ച് അള്ളാഹുവും പ്രവാചകനും പറഞ്ഞത് എന്താണ് എന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാര്യം പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്യും. ഏതൊരു സാധനവും, ഏതൊരു വസ്തുവും, ഏതൊരു കമ്പനിയും ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അവർ താഴെ ഒരു കണ്ടീഷൻ വെക്കും. ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ, കണ്ടീഷനുകൾ നിങ്ങൾ പാലിക്കണം കേട്ടോ. അതുപോലെ അള്ളാഹു പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത്, ഞാൻ പരീക്ഷിക്കുന്നിടത്ത് നിങ്ങളുടെ നിലപാടെന്താണ്, മനസ്സെന്താണ് എന്ന് ഞാൻ നോക്കും. ആ പരീക്ഷണത്തിലും ആ നോട്ടത്തിലും നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഇത് നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായി അറിവുണ്ടാകണം, പ്രവർത്തനം ഉണ്ടാകണം. അതിലൊന്നാമത്തേത്
അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയിൽ അള്ളാഹു നോക്കുന്നതും പരീക്ഷിക്കുന്നതുമായ കാര്യം, നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പ്രതീക്ഷയോടെയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് അള്ളാഹു നോക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ഒരു വാക്ക് ഉദ്ഉല്ലാഹ്, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പോരാ, എങ്ങനെ പ്രാർത്ഥിക്കണം? വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉറപ്പായിട്ടും അള്ളാഹു എനിക്ക് ഉത്തരം നൽകും എന്ന ദൃഢവിശ്വാസത്തോടെ, തഖ്വയോടെ, ഈമാനോടെ, ഇഖ്ലാസോടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. പടച്ചോനോടാണ് ഞാൻ കാര്യം പറയുന്നത്, ആ അള്ളാഹു എന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും പരിഗണിക്കും, അവൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം നൽകും എന്ന ഉറപ്പെന്റെ മനസ്സിലുണ്ടോ എന്ന് അള്ളാഹുവിനറിയാം. യഅലമു ഖായിനത്തുൽ അയ്യുൻ വമാ തുഖ്ഫി സുദൂർ, മനസ്സിന്റെ ചാഞ്ചാട്ടം അറിയുന്ന അള്ളാഹുവിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് അറിയാം. പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ വാക്കാണ്, ഖുദ്സിയായ ഹദീസാണ്. അന ഇൻദ വന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ തിരിച്ചും. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? ബിൽ ഗുഫ്റാനി ലഹു ഇദ് ഇസ്തഗ്ഫറനി, അവൻ എന്നോട് അല്ലാഹുവേ പൊറുക്കേണമേ, പാപങ്ങൾ പുറത്തു തരേണമേ എന്ന് തേടുമ്പം അവന്റെ മനസ്സിൽ അല്ല എനിക്ക് മുഴുവൻ പാപങ്ങളും പുറത്തു തരും എന്നാണോ എങ്കിൽ ഞാൻ പാപം പൊറുക്കും. അല്ല, കുറച്ചൊക്കെ അല്ല പുറത്തു തരും, ബാക്കി ഈ ദുആ പോരാ എന്നാണോ എങ്കിൽ അത്രേ ഞാൻ പൊറുക്കുള്ളൂ. അവൻ എന്നെ കുറിച്ച് ഞാൻ പൂർണ്ണമായും പൊറുക്കുന്നവനാണ് എന്ന മനസ്സിൽ ആത്മാർത്ഥമായിട്ടാണോ തേടുന്നത് എങ്കിൽ അതുപോലെയാണ് ഞാൻ ഉത്തരവ് നൽകുക. വൽ ഖുബൂൽ ഇദാ അനാബ ഇലയ്യ, അവൻ ഖേദിച്ചെന്നിലേക്ക് മടങ്ങിയാൽ ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും എന്നാണോ അവന്റെ മനസ്സിലുള്ളത് എങ്കിൽ ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും. അടുത്ത വാക്ക് വൽ ഇജാബത്തു ഇദാ ദഅാനി, അവൻ എന്നോട് തേടിയാൽ ഞാൻ അതിന് പൂർണ്ണമായും ഉത്തരം നൽകും എന്ന മനസ്സോട് കൂടിയിട്ടാണോ എങ്കിൽ ഞാൻ ഉത്തരം നൽകും. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാചകമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. വഅലമു, അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ, ചില പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകൂല. അവർ വുളു ഉണ്ടാക്കിയിട്ടുണ്ടാവും, ശരിക്കും കേൾക്കാനുണ്ടോ? നമ്മളെ കുറിച്ചാ പറഞ്ഞത്. ഖിബ്ലക്ക് നേരെയായിരിക്കും, ഏറ്റവും ശ്രേഷ്ഠകരമായ സമയത്തായിരിക്കും, ചിലപ്പോൾ തഹജ്ജുദിൽ പോലുമായിരിക്കും, ചിലപ്പോൾ ഹറമിൽ വെച്ചിട്ടായിരിക്കും, ഉംറയ്ക്കിടയിലായിരിക്കും, റമളാനിൽ കഅബാലയത്തിൽ ഉംറ ചെയ്യുന്നതിനിടയിൽ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദറിലായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കുക. പക്ഷെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകൂല. എപ്പോൾ? മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായി, യാന്ത്രികമായി, യഖീനില്ലാതെ, ഉറപ്പില്ലാതെ, പ്രതീക്ഷയില്ലാതെ, കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്ന രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന പരിഗണിക്കുക പോലുമില്ല. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്താണ്? പടച്ചോൻ എന്റെ കുട്ടിന്റെ കാര്യം, പടച്ചോൻ എന്റെ വീട്, എന്റെ കടം, എന്റെ ആരോഗ്യം, എന്റെ സ്വർഗം, എന്റെ പരലോകം, നാഥ നീ എനിക്ക് പരിഹരിച്ചു തരണം. നീ എല്ലാം അറിയുന്ന അലീമാൻ, പറയാതെ തന്നെ അറിയുന്ന അലീമാൻ, എല്ലാം കേൾക്കുന്ന സമീആൻ, എല്ലാത്തിനെ കുറിച്ചും ധാരണയുള്ള അറിയിക്കുന്ന ഖബീറാൻ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന മുജീബുദ്ദുആൻ. പടച്ചോനെ നീ എന്റെ കാര്യം പരിഗണിക്കണം. നീ പരിഗണിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന പൂർണ്ണ ബോധ്യത്തിലാണോ സഹോദരങ്ങളെ അള്ളാഹ് നമ്മളെ പരിഗണിക്കും. മറിച്ച് പ്രാർത്ഥിച്ചു നോക്ക. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലല്ലോ, ഇനി ദുആയില്ലാത്ത വഴിയില്ലല്ലോ. പറഞ്ഞോക്ക പടച്ചോനോട്, എന്താപ്പ കാട്ടുക? ഇനി നമുക്ക് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാനില്ലല്ലോ, നമ്മൾ വേറെന്ത് ചെയ്യാനാണ്? തന്നാ തന്നു, ആയിക്കോട്ടെ, കിട്ടുകയാണെങ്കിൽ അത് ലാഭം എന്ന മനസ്സിലാണോ, അത് സംസാരത്തിൽ വന്നിട്ടാണോ? സഹോദരങ്ങളെ, ആ പ്രാർത്ഥന എത്ര മാത്രം കണ്ണിന്ന് കണ്ണുനീര് വന്നിട്ടാണെങ്കിലും പടച്ചോൻ പരിഗണിക്കൂല എന്നാ പറഞ്ഞത്. കാരണം അള്ളാഹിനെ വിശ്വാസമില്ലാത്തവന് പിന്നെ അള്ളാഹിനോട് ചോദിക്കലിൽ എന്താ അർത്ഥം? പടച്ചോനെ കുറിച്ച് വിശ്വാസമില്ലാത്തവൻ, പൂർണ്ണ വിശ്വാസമില്ലാത്തവൻ അള്ളാഹിനോട് ചോദിക്കലിൽ എന്താണ് അർത്ഥം? ഇത് നമ്മൾ ആലോചിക്കുക. നമ്മൾ നിസ്കാരത്തിന് ശേഷം തേടുന്ന ദുആ,
റമളാനിൽ തേടുന്ന ദുആ, ഹജ്ജിനും ഉംറക്കും തേടുന്ന ദുആ, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് തേടുന്ന ദുആ, ആ ദുആയിൽ ഒരു 5 മിനിറ്റ്, നമ്മൾ കഴിഞ്ഞ ഖുത്ബ പറഞ്ഞു, ഒരു 5 മിനിറ്റ് സമാധാനത്തിൽ 24 മണിക്കൂറിനടക്കൊന്ന് ഇരുന്നിട്ട്, പടച്ചോനെ ഇന്ന കാര്യം ഞാൻ എന്നെ ഏൽപ്പിക്കാത്ത നാഥ, നീ ഉദ്ദേശിച്ചാൽ അത് പൂർണ്ണമായിട്ടും നടക്കും, നീ അതെനിക്ക് പരിഹരിച്ചു നൽകണമേ എന്നും അല്ലാഹു അത് പരിഹരിക്കുമെന്നും 100% യഖീനോടുകൂടി തേടുന്നവന് അല്ലാഹു അത് പരിഹാരം നൽകും. അല്ലാത്തവൻ അല്ലാഹു പരിഗണിക്കൂല. നമ്മളെ ചില പ്രാർത്ഥനകൾ, ഉമ്മാരെ, ബാപ്പാരെ, യുവാക്കളെ, നമ്മളെ എത്ര വർഷം തേടിയിട്ടും ചില പ്രാർത്ഥന പടച്ചോൻ തിരിഞ്ഞോക്കാത്തതിന് കാരണം നമ്മൾ അള്ളാഹിനോട് തേടുന്നത് 100% ഉറപ്പിലാകണില്ല. ചിലത് ഉറപ്പിലാകണില്ല. ഞാൻ ഇന്നും ആലോചിക്കാൻ, ചില മനുഷ്യരൊക്കെ അനുഭവങ്ങൾ പറയും, നമുക്ക് തന്നെ ഉണ്ടാവില്ല നമ്മളെ ആത്മാർത്ഥമായി പടച്ചോനോട് തേടിയത്, കണ്ണിന്റെ മുന്നിൽ കാണുന്നത്. നമ്മുടെ രോഗികൾക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പോകുന്ന IMBയെ പോലെ, പെയിൻ ആൻഡ് പാലിയേറ്റീവിനെ പോലെയുള്ള ചില സഹോദരങ്ങളുണ്ട്. അത് അവർ പറഞ്ഞൊരു വാചകം ഓർമ്മ വരാൻ. അദ്ദേഹം പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെയാണ് അവർ അന്ന് ഡ്യൂട്ടി ചെയ്യണമെന്ന് വിചാരിച്ച്, 6 മണിക്ക് പണി കഴിഞ്ഞ്, അഥവാ അവർ ഏറ്റെടുത്ത ദൗത്യം കഴിഞ്ഞ് അവർ പോകുമ്പം ഇന്നിനി വേറെ ആരും നോക്കാനല്ലേ എന്ന് പറഞ്ഞിങ്ങനെ പോകുമ്പം കൂട്ടത്തിൽ വാഹനത്തിലുള്ള ഒരു സഹോദരി പറഞ്ഞു അത്രേ, ഒരു പുതിയ ഒരാൾ വിളിച്ചിരുന്നു, പറ്റുമെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട്. എടുത്താന്നാ തോന്നുന്നത്, നേരണ്ടെങ്കിൽ നമുക്ക് പോകാം. അദ്ദേഹം പറയാൻ, ഒരു നേരമല്ലേ ഇനി മൗലവി, പക്ഷെ എടുത്താണെന്ന് പറയുമ്പോ കണ്ടുപോരാം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വണ്ടി തിരിച്ചു. ഒരുപാട് റബ്ബറുകൾക്ക് നടുവിൽ ചെറിയൊരു വീടായിട്ടൊരു വീടിന്റെ അടുത്തേക്കാണ് ഇവർ കൊണ്ടുപോയത്. പാതി അടഞ്ഞു നിൽക്കുന്ന വീട്ടിലേക്ക് കയറിയപ്പോ ബെഡിൽ കടന്നിട്ട്, കട്ടില് പോലെ ചെറിയ ബെഡിൽ കടന്നിട്ട് ഒരു മനുഷ്യൻ കയ്യും കാലിട്ട് അടിക്കാണ്, ശ്വാസം മുട്ടിയിട്ട്. അദ്ദേഹവും ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഭാര്യ അദ്ദേഹത്തിനുള്ള ഭക്ഷണം റെഡിയാക്കി ഗുളികയും കൊടുത്തിട്ട് എന്തോ ഒരു ആവശ്യത്തിന് 2 മണിക്കൂറിന് വരാന്ന് പറഞ്ഞു പോയതാണ്. അതിനിടയിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടി. ഇവര് വന്ന് ചെക്കപ്പ് ചെയ്ത് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്ത് വാഹനത്തിൽ ആശുപത്രി കൊണ്ടുപോകും. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? എന്റെ ഇങ്ങനെ കയ്യ് പിടിച്ചിട്ട് ശ്വാസം വന്നപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക്, പടച്ചോങ്ങളെ നേരിട്ടിറക്കിയതാണ്. ശ്വാസം മുട്ടുമ്പം ആ റബ്ബർ തോട്ടത്തിന്റെ ഇടക്ക് ഭാര്യ പോലും ഇല്ലാത്തോടത്ത് കണ്ണിന്ന് കണ്ണുനീര് വന്നിട്ട് ഞാൻ അല്ലാണ്ട് ചോദിച്ചതാണ്, പടച്ചോനെ ആരെങ്കിലും എത്തിക്ക്. എനിക്കുറപ്പായിരുന്നു വിളിച്ചാൽ വിളി കേൾക്കാത്ത ഈ വലിയ റബ്ബറിന്റെ തോട്ടത്തിന്റെ നടുവിലും ആരാരും കേൾക്കുന്നില്ല എങ്കിലും എന്റെ ഹൃദയമറിയുന്ന നാഥൻ, എന്നെ സൃഷ്ടിച്ച നാഥൻ, എന്റെ സങ്കടമറിയുന്ന നാഥൻ എന്നെ കൊണ്ട് എന്റെ ആവശ്യത്തിന്റെ പൂർത്തീകരണത്തിന് ഇവിടെ ആളെ എത്തിക്കും. എനിക്ക് ഉറപ്പായിരുന്നു. പടച്ചോനയച്ചതാണ് നിങ്ങളെ. സഹോദരങ്ങളെ, ആ ദുആയാണ് അല്ലാഹ് നമ്മളോട് നടത്താൻ വേണ്ടി പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടം പടച്ചോണ്ട് പറയുമ്പം അല്ലാഹ് അതിന് പരിഹാരം ഉണ്ടാക്കും. മൂസാ നബിയോട് കടലിലടിക്കാൻ വേണ്ടി പറയുമ്പം മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞില്ലേ, 2 ഭാഗവും ഞാൻ രക്ഷപ്പെടുത്തും മൂസ, യഖീനിൽ നീ പ്രാർത്ഥിക്കണം, ചെയ്യണം. ആ ദുആയാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയാണോ നമ്മൾ നടത്തുന്നത്, മാറ്റമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹ് പറയുന്നത് ഉദ്ഉനി ബിലാ ഗഫ്ല, അശ്രദ്ധമായി പ്രതീക്ഷയില്ലാതെ നിങ്ങൾ തേടരുത്. പ്രതീക്ഷയില്ലാതെ അശ്രദ്ധമായി തേടരുത്. നിങ്ങൾ ശ്രദ്ധയോടെ ഉറപ്പോടുകൂടി തേടിയാൽ അസ്തജിബ് ലക്കും ബിലാ മഹ്ല, നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഉത്തരം നൽകാം എന്നതാണ് അള്ളാന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ഒന്ന്, പൂർണ്ണ പ്രതീക്ഷയിൽ പടച്ചോനെ തേടുക. രണ്ടാമത്തെ എന്താ സോങ്ങളെ, രണ്ടാമത്തെ കാര്യം അള്ളാഹ് പ്രാർത്ഥനയിൽ നോക്കുന്നത് അല്പം അള്ളാഹു വൈകിപ്പിക്കുമ്പോഴേക്കും മടുക്കുന്നുണ്ടോ എന്നല്ല നോക്കും. ഇത് ഞാൻ എന്റെ വാചകം പറയില്ല, അള്ളാഹ് പറഞ്ഞതാണ്. കുറച്ചു കാലം ചിലപ്പോ അള്ളാഹു തരാതെ നമ്മളെ പരീക്ഷിക്കുമ്പോഴേക്കും പടച്ചോനെ കുറിച്ച് മോശം പറയുകയോ മടുത്തു നിർത്തുകയോ ചെയ്യുന്നുണ്ടോ നോക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മൾ അള്ളാഹുവിനോടൊരു കാര്യം പറയേണ്ടത് എങ്ങനെയാണ്. ഇപ്പൊ നമുക്കൊരു കുട്ടി, നമ്മുടെ കുടുംബത്തിൽ ഒരു ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ട്. ഉദാഹരണം പറയാൻ 1 ലക്ഷം റുപ്യ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളോട് പറയാൻ ഒരാൾ
എടാ നമ്മുടെ നാട്ടിലെ ഇന്നാലിന്ന വ്യക്തിയുണ്ട്, അദ്ദേഹം സഹായിക്കുന്ന ആളാണ്, അദ്ദേഹത്തൊന്ന് കണ്ട് കാര്യം ബോധ്യപ്പെട്ട് അദ്ദേഹം ഓക്കെ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് രക്ഷപ്പെട്ട അദ്ദേഹം ട്രീറ്റ്മെന്റ് ചെലവ് അദ്ദേഹം ഏറ്റെടുക്കും. നമ്മള് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കൈ എന്നിട്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് നിങ്ങൾ ധൈര്യമായിട്ട് ട്രീറ്റ്മെന്റ് നടത്തിക്കോളിൻ, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പം ഇറങ്ങിങ്ങനെ പോരുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമാധാനല്ലേ. പെരീക്കെന്നിട്ട് നമ്മൾ പറയല്ലോ എനിക്ക് റാഹത്തായി, ഇതുവരെ എനിക്ക് ടെൻഷനേനി, ഇപ്പൊ എനിക്ക് റാഹത്തായി, മൂപ്പരത് ഏറ്റെടുത്തു. അദ്ദേഹത്തെ ഉണ്ടാക്കിയ പടച്ചോൻ, ലോകത്തെ മുഴുവൻ കോടീശ്വരന്മാരുടെ ഖജനാവിന്റെ താക്കോലായ പടച്ചോൻ, ഈ മുഴുവൻ മനുഷ്യന്മാരുടെ ഹൃദയത്തെ പടച്ച പടച്ചോൻ, ആ പടച്ചോന്റെ മുന്നിൽ പള്ളിക്കൊക്കെ വന്ന് വീടിന്റെ ഓരത്ത് വണ്ടിന്റെ സൈഡില് നമ്മൾ അല്ലാണ്ട് എന്താ പറയണ്ടേ? പടച്ചോനെ ഞാതാ ഇന്റെ കാര്യം അന്നെ ഏൽപ്പിക്കാൻ, ഞാൻ ഗൾഫ് പോവുകയാണ്, ഇന്റെ വീട് ഇവിടെ ഉണ്ട്, പടച്ചോൻ എന്റെ മക്കളെയും കുടുംബത്തിന്റെ കാര്യം ഞാൻ അന്നെ ഏൽപ്പിക്കാൻ, നീയാണല്ലോ അക്ബർ, നീയാണല്ലോ ജലീൽ, നീയാണല്ലോ ഖാദിർ, നീയാണല്ലോ ഹയ്യ്, നീയാണല്ലോ ഖയ്യൂം. പടച്ചോനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, പടച്ചോൻ എന്റെ കച്ചവടം ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട്, ബാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ. സഹോദരങ്ങളെ, ആ ഇറക്കുന്നതിൽ നമ്മൾക്ക് നേരത്തെ ഇറങ്ങി അതേപോലൊരു സമാധാനം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമാണ്, മടുപ്പില്ലാത്തതാണ്. ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്, നമ്മളെ കുറിച്ച് പരിശോധിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ വാക്കെന്തറിയോ? യുസ്തജാബു ലി അഹദിക്കും, അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഏതുവരെ എന്നറിയോ? മാലം യഅജിൽ, അജിലത്ത് കാണിക്കുന്നത് വരെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്താണ് മൽ ഇസ്തിഅജാൽ, എന്താണ് അജലത്ത് കാണിക്കും വരെ അള്ളാഹു ഉത്തരം നൽകും എന്ന് പറഞ്ഞാൽ എന്താണ് അജലത്ത്, എന്താണ് ഇസ്തിഅജാൽ? പ്രവാചകന്റെ വാക്ക് ശ്രദ്ധിക്കാൻ കേട്ടോ. ചില മനുഷ്യന്മാര് പറയും, നമ്മളെ പറ്റി പറയൺ, ഖദ് ദഅഉതു, ഞാൻ അള്ളാഹുവിനോട് തേടി, വഖദ് ദഅഉതു, ഞാൻ പിന്നെയും തേടി, ഫലം അറാ യസ്തജീബുലി, പക്ഷെ എനിക്ക് ഉത്തരമൊന്നും കിട്ടിയില്ല. ഞാൻ എന്റെ കുട്ടിന്റെ അസുഖം മാറാൻ വേണ്ടി കുറെ ദുആ ചെയ്തു, കിട്ടണില്ല. കച്ചവടം കയറാൻ വേണ്ടി ദുആ ചെയ്തു, കിട്ടണില്ല. ഞാനിതാ കുറെ എന്റെ ജീവിതത്തിലെ കുറെ ആഗ്രഹങ്ങൾ അല്ലാണ്ട് പറഞ്ഞു, നടക്കണില്ല. അതുകൊണ്ട് ഫയസ്തഹ്സിറു ഇൻദ ദാലിക്, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ തൽക്കാലം ഞാൻ തേട്ടം നിർത്തി. പ്രവാചകൻ പറയാൻ പിന്നോൻ ആ കാര്യം തേടൂല. കാരണം അള്ളാഹ് കുറച്ചു കാലം അവനോട് കൊടുക്കാന്നപ്പോഴേക്കും ഓൻ പറയാൻ ഞാൻ കുറെ തേടി നിർത്തി, മതി, എത്ര നേരിട തേടുന്നു, ഞാൻ ഉംറക്ക് പോയിട്ട് വരെ തേടി, നടന്നില്ല. ഞാൻ വരുന്ന ഉസ്താമാരോട് പറഞ്ഞു എന്റെ കാര്യം ഒന്ന് പ്രാർത്ഥിക്കണം, ഓലും തേടിക്കുന്ന പറയണു, ഒന്നും നടക്കണില്ല, തൽക്കാലം മതിന്ന് വെച്ചു. ഈ പരീക്ഷണത്തിൽ നമ്മൾ തോൽക്കണേ. ഈ പരീക്ഷണത്തിൽ പടച്ചോൻ കുറച്ചു കാലം ഏതെങ്കിലും ഒരു കാര്യം തരാതിരിക്കുമ്പോഴേക്കും നമ്മള് ആ പ്രാർത്ഥന, പിന്നെ റമദാനിൽ നമ്മൾ തേടും, ഏതായാലും ഇത്രയും കാലം തേടിയതല്ലേ, ആ തേട്ടത്തെ കുറിച്ച് പോലും പ്രവാചകന്റെ വാക്ക് എന്തൊരു അത്ഭുത നബി പറഞ്ഞു അറിയോ? പ്രവാചകൻ പറയാൻ അവസാനം ചടച്ചിട്ട് ഇങ്ങനെ പറയും, ലാ തഖൂൽ, നമ്മോട് പറയാൻ നിങ്ങൾ അങ്ങനെ പറയരുതട്ടോ. എങ്ങനെയാ അറിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഅത, പടച്ചോനെ ഇജ്ജ് പുറത്തുതരാണെങ്കിൽ പുറത്തുണ്ടാ, വല്ലാഹുമ്മ ഇർഹംനി ഇൻ ശിഅത, പടച്ചോൻ എന്നോട് കാരുണ്യം കാണിക്കുകയാണെങ്കിൽ കാരുണ്യം കാണിക്കുക, ഇപ്പം തരികയാണെങ്കിൽ പടച്ചോനെ ഇജ്ജ് കൊണ്ട, ഇപ്പൊ ഖൈറിലാക്കുകയാണെങ്കിൽ പടച്ചോനെ ഇപ്പൊ ഖൈറിലാക്ക്, പിന്നെ ഞാനോട് ചോദിക്കുന്നില്ല, ഇജ്ജ് ആക്കുകയാണെങ്കിൽ ആക്ക്, തരികയാണെങ്കിൽ തര്, ഇന്നെ കൊണ്ട് വയ്യത് എന്ന് പറയുന്നവനെ പോലെ ആകരുത്. ഇതേ വാചക നമ്മുടെ നാവുന്ന് വരല്, ഇതേ വാചകം. എന്തെന്നറിയ സോളെ, ഞാൻ ചോദിച്ചിട്ടോ അല്ല തരുന്നില്ല. സോളെ നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, ചോദിക്കാതെ അല്ല 10 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ദുആ കൊണ്ട് 50 കൊല്ലം വരെ അല്ല നോക്കണില്ലേ? നമ്മൾ ഈ പള്ളിക്ക് ശാന്തമായിരിക്കില്ല സോങ്ങളെ, ഇല്ലേ? ഈ സമയത്ത് എത്ര സാധു മനുഷ്യന്മാര് ഡോക്ടറുടെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട്, ഒരു നിർവാഹമല്ലേ ഡോക്ടറെ, ഒന്നുമില്ലാന്ന് ഞങ്ങൾ പറയണത്, ഒന്നുമില്ലാന്നോ? കയ്യിൽ പിടിച്ച സ്കാനിംഗ് റിപ്പോർട്ടിന്റെ മുന്നിൽ ഒപ്പിട്ട ഭാഗത്ത് കണ്ണുനീർ തുള്ളികൾ വന്ന് ഉറ്റിയിട്ട് ഒന്നുമില്ലാന്ന് ഞങ്ങൾ പറയണത് എന്ന് ചോദിക്കണ 1000 ആൾക്കാരെങ്കിലും ലോകത്തിപ്പോ ഉണ്ടാവില്ലേ? ഈ 12-ന്റെയും 1.5-ന്റെ ഇടക്ക് ഡോക്ടറെ മുന്നിൽ നിൽക്കുന്നുണ്ടാവില്ലേ? ലോകത്ത് 1000 ആൾക്കാരെങ്കിലും. നമ്മളങ്ങനെ ഇരുത്തിയ സമയങ്ങളെ, ഈ ഇരുത്തിയത് എന്തുകൊണ്ടാ?
നമ്മളിപ്പോ ഇവിടുന്ന് പള്ളിക്കൊക്കെ വരുന്നതിന് മുന്നേ അള്ളാഹുവേ എനിക്ക് ക്യാൻസർ വരുത്തരുതേന്ന് നമ്മൾ തേടിക്കണൊന്ന് ഇല്ല. 10 കൊല്ലം മുന്നേ തേടിയിട്ടുണ്ടാവും. പടച്ചോനെ ശാരീരികമായ പ്രയാസം നീ കാത്തുരക്ഷിക്കണമേ. ഒറ്റ തേട്ടം അല്ലെങ്കിൽ 2 or 3 തേട്ടം 10 കൊല്ലായി അല്ല കാക്കണ്. 10 കൊല്ലം. കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിലേക്ക് പോയി. അവരുണ്ട് 40-45 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ നട്ടല് പൊട്ടിക്കിടക്കുകയാണ്. എന്താ സുഖം അറിയോ? വീടിന്റെ സ്റ്റെപ്പില്ലേ 2ാം നിലയിൽ താഴത്തേക്ക് ഇറങ്ങിയപ്പം കാല് സ്ലിപ്പായതാണ്. താഴത്ത് കൂർന്നു വന്നിട്ട് നട്ടല് പൊട്ടി. ഇന്ന് നമ്മളെ വീടിന്റെ 2ാം നിലയിൽ കയറിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല കൂട്ടരെ, ഇല്ലേ? സമാധാനത്തിൽ ഇവിടെ ഇരിക്കണില്ലേ? നമ്മൾ കേറുമ്പോ അള്ളാഹുവേ താഴേക്ക് വീടാതെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. അല്ല, 5-8 കൊല്ലം മുന്നേ റമദാനിൽ നമ്മൾ തേടിയിട്ടുണ്ടാവും. പടച്ചോനെ വലിയ ദുരന്തത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. 5 കൊല്ലായി അല്ല കാക്കണ്. 5 കൊല്ലം. നമ്മളെ കുട്ടികളെ അടുപ്പിന്റെ മുന്നിലൂടെയും മോട്ടർ കറങ്ങുന്ന വെള്ളമടിക്കുന്ന മോട്ടറിന്റെ മുന്നിൽ കൂടി നമ്മളെ കുട്ടികൾ പോലില്ലേ? ഇസ്തിരിപ്പെട്ടിന്റെ മുന്നിൽ കൂടെ പോലില്ലേ? എത്ര കുട്ടികൾ ഷോക്കടിച്ചു മരിച്ചു? എത്ര കുട്ടികളുടെ കൈകൾ ആ യന്ത്രങ്ങളിൽപ്പെട്ട് കൈകൾ മുറിഞ്ഞു? എത്ര കുട്ടികൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചു മരിച്ചു? നമ്മളെ കുട്ടികളുള്ള കാട്ടിലെ ഇന്നും 2025 24-ാം തീയതിയും കാത്തിലെ എന്നോ നമ്മളെ വെല്ലിമ്മേ നമ്മളോ നടത്തിയ പ്രാർത്ഥന കൊണ്ട് നമ്മളെ തേടിയ ദുആക്ക് വർഷങ്ങളോളമായി ഉത്തരം നൽകുന്ന നാഥൻ, തേടാത്ത കാര്യത്തിലും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചോൻ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തേടി 2 കാര്യം തേടി 2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മടുത്തിട്ട് ഞാൻ നിർത്തുകയാണ്, ഇന്നെ കൊണ്ട് വയ്യ, ഇതെന്ത് ദുആയാണ്, ഇതെന്ത് ആയത്താണ് നിൽക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിൽ മടുപ്പ് വന്നിട്ടാണ് പടച്ചോൻ ചിലതൊന്നും പരിഗണിക്കാത്തത്. അവിടുന്ന് മാറണം. ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. പടച്ചോൻ തരും സൗങ്ങളെ, പടച്ചോൻ തരും. ഞാൻ ഇന്നൊരു ഉമ്മാനെങ്ങനെ ആലോചിക്കാൻ, കുട്ടിക്ക്, ചെറിയ കുട്ടിക്ക് കിഡ്നിക്ക് പ്രോബ്ലം വന്നിട്ട് ഡോക്ടർ പറഞ്ഞു 1 ദിവസം 700 മില്ലിക്കപ്പുറം വെള്ളം കുടിക്കാൻ പാടില്ല. ഉമ്മ പറഞ്ഞ വാക്കെന്താ അറിയോ? 700 മില്ലിയൊക്കെ മൗലവി ഉച്ചന്റെ മുന്നാ കുട്ടി കുടിക്കും. പിന്നെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാനിട്ട് ആ കുട്ടി നിന്ന് കാര്യം വെള്ളം കൊടുത്താ കിഡ്നിക്ക് പ്രശ്നം. കൊടുക്കാതെന്ന എന്റെ കുട്ടി കരഞ്ഞ് എന്റെ മുന്നിൽ തളർന്നിട്ട് ഇങ്ങനെ കിടക്കും. ചെറിയ പിഞ്ചു കുട്ടിയാണ്. ഞാൻ അള്ളഹാനോട് ഇരുന്ന് പടച്ചോണ്ട് പ്രാർത്ഥിച്ച്, പടച്ചോനെ ഏതെങ്കിലും ഒന്ന് പരിഹരിക്കണം നാഥ. ആ സഹോദരി കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? മൗലവിന്റെ ദുആക്ക് 15 ദിവസത്തെ അള്ളാഹു ആയുസ് തന്നിട്ടുള്ളൂ. അതോടുകൂടി 700 മില്ലി കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ ചെറിയ കുട്ടിയെ അള്ള മാറ്റി. കരയില. പിന്നെ അസുഖം പിന്നീട് മാറി. പക്ഷെ എന്റെ അത്ഭുതമല്ല, 700 മില്ലിക്കപ്പുറം കുടിച്ചിട്ടില്ലെങ്കിൽ കരഞ്ഞിരുന്ന എന്റെ കുട്ടിക്ക് പിന്നീട് 700 മില്ലി കിട്ടിയപ്പോഴേക്കും സമാധാനമാകുന്ന ശരീരം 15 ദിവസത്തെ ദുആ കൊണ്ട് അള്ളാഹ് എനിക്ക് നൽകി. അത്ഭുതം ഉണ്ടാകും. എങ്ങനെ ഉണ്ടാണെന്നറിയോ? പടച്ചോനോട് ഇഖ്ലാസിൽ ആത്മാർത്ഥമായി അവനോട് മാത്രം തവക്കുൽ ചെയ്ത് പ്രാർത്ഥിക്കണം. പടച്ചോൻ ഇടപെടും. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, അതെന്താണ്? നമുക്ക് നിരാശ ഉണ്ടാകാൻ, ദുആ ചെയ്തിട്ട് പടച്ചോൻ നമുക്ക് തരാത്തതിൽ നിരാശ ഉണ്ടാകാൻ നമ്മുടെ ഒരു അറിവ് കേടും കൂടി അതിൽ പ്രധാനമാണ്. അതേതാണ്? നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അടിയിൽ ഗസയിലെ പാവപ്പെട്ട കുട്ടികൾ പ്രാർത്ഥിച്ചിട്ട് എന്തേ അള്ള തിരിഞ്ഞോക്കാത്തത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ പല ആളുകളും ദുആ ചെയ്തിട്ട് എന്തേ അള്ളാഹു പരിഗണിക്കാത്തത്? ആത്മാർത്ഥമായി തേടിയിട്ടും ഇഖ്ലാസോടുകൂടി തേടിയിട്ടും തവക്കുൽ ചെയ്ത് തേടിയിട്ടും ശിർക്ക് ചെയ്യാതെ തേടിയിട്ടും പടച്ചോൻ എന്താണ് പരിഗണിക്കാത്തത്? അതിനൊരു കാരണമുണ്ട്. അത് നമ്മൾ അറിയണം. ബാക്കി ഒരു മതവും പഠിപ്പിക്കാത്ത രൂപത്തിൽ ഇസ്ലാം എങ്ങനെയാണ് പടച്ചോൻ ഉത്തരം നൽകാന്ന് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. 3 നിലക്ക് അള്ളാഹു നമ്മുടെ ഉത്തരം നൽകുക. പെട്ടെന്ന് പറഞ്ഞു പോകുക കേട്ടോ, വിശദീകരണം പിന്നീട് പറയാം. 3 രൂപത്തിലാണ് ഉത്തരം. 3ഉം ഉത്തരമാണ്. ശരിക്ക് കേൾക്കണം. ഞാനും നിങ്ങളും അല്ലാഹുവേ എനിക്ക് നീ പണം നൽകണമേ, അനുഗ്രഹീതമായി നാഥാ നീ എനിക്ക് സമ്പത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ 3 രൂപത്തിൽ അതിന് ഉത്തരമുണ്ടാകും. 1, ചോദിച്ച ഉടനെ അല്ലാഹു തരും. മൂന്നിലൊന്ന് രൂപത്തിൽ അല്ലാഹു തരും. അതിലൊന്ന് ചോദിച്ച് രോഗം മാറാൻ, കുട്ടിയുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ,
അസുഖങ്ങൾ മാറാൻ, കട്ടപ്പാടുന്ന് മോചിതമാകാൻ നമ്മൾ അല്ലാണ്ട് തേടിയ ഉടനെ അധികം വൈകാതെ അതിന് ദുനിയാവുന്ന അല്ലാഹു ഉത്തരം നൽകും. നമ്മൾ ഈ തേടിയതിന് കിട്ടുന്നത് പോലെ ഒരു ഉത്തരാണത്. ഒരു ഇജാബത്തേ ആയിട്ടുള്ളൂ. ഈ രണ്ടും മൂന്നും യുക്തിവാദികൾക്കറിയില്ല, നിരീശ്വരവാദികൾക്കറിയില്ല, ഈ നാട്ടിലെ മറ്റു മതസ്ഥർക്കറിയില്ല. നമ്മക്കും അറിയാതെ പോയതാണ് സങ്കടം. പ്രവാചകന്റെ വാക്ക് രണ്ടാമത്തെ ഉത്തരത്തിന്റെ രീതി, അവന് ഞാൻ ചോദിച്ചത് ദുനിയാവെന്ന് കൊടുക്കൂല, പരലോകത്തേക്ക് ഞാൻ മാറ്റിവെക്കും. എന്തേ കാരണം? ദുനിയാവെന്ന് അതവന് കിട്ടിയാൽ നരകത്തിലേക്കെത്തും, അവന്റെ സ്വർഗം നഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. കുട്ടിണ്ടാകാൻ വേണ്ടി തേടി, നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ തേടിയിട്ടും അള്ളാഹു കുട്ടിയെ തന്നത് എന്തുകൊണ്ടറിയോ? ആ കുട്ടിണ്ടായാൽ കഴിഞ്ഞ 2 ദിവസം മുന്നത്തെ പത്രത്തിൽ കണ്ട പോലെ വാപ്പാന്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കണ്ണെടുക്കുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടി മാറുകയാണെങ്കിൽ അന്ന് നെഞ്ചു പൊട്ടി നമ്മൾ പറയും, പടച്ചോനെ ഇതിനാണെങ്കിൽ എന്തിനാ പടച്ചോൻ എനിക്ക് കുട്ടിയെ തന്നത്? ഞാൻ പ്രാർത്ഥിച്ച് പടച്ചോൻ എനിക്ക് തരാൻ പോകുന്ന ഒരു കുട്ടി ഈ നാട്ടിൽ ഏറ്റവും വലിയ തോന്നിവാസിയായ പെൺകുട്ടിയായി മാറി അവസാനം നമ്മളെ പേരെഴുതി വെച്ചാണ്ട് ആത്മഹത്യ ചെയ്ത് ജീവിക്കാൻ ഈ ദുനിയാവിൽ നിർവാഹമില്ലാത്ത രൂപത്തിൽ കട്ടപ്പെടുന്ന ഒരു ബാപ്പിമ്മി നമ്മളാകാതിരിക്കാൻ ഗൈബ് അറിയുന്ന നാഥൻ, ഭാവി അറിയുന്ന നാഥൻ, നമ്മളെ സ്നേഹിക്കുന്ന പടച്ചോൻ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം ഈ ദുനിയാവിൽ നമ്മൾക്ക് നൽകിയാൽ നമ്മുടെ നരകത്തിന്റെ വഴിയാണ് എന്ന് അറിഞ്ഞിട്ട് പടച്ചോൻ ചിലപ്പോൾ തരൂല. ആ ദുആ അല്ലാഹു പരലോകത്ത് നമ്മൾക്ക് നൽകും. പൈസ ചോദിച്ചു, പൈസ കുറച്ചും കൂടി നന്നായി അധ്വാനിച്ചു, ചിലപ്പോ കിട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങള്? ഇപ്പൊ ജമാഅത്ത് മുടങ്ങണില്ല, ഇപ്പൊ ജുമഅ മുടങ്ങണില്ല, ഇപ്പൊ സക്കാത്ത് മുടങ്ങണില്ല. കുറച്ചു കഴിഞ്ഞ് സമ്പത്ത് കൂടുമ്പം ഇത്രക്ക് സക്കാത്ത് വേണോ? മൗലവി ഇൻകം ടാക്സ് സക്കാത്ത് പെടുത്തിക്കൂടെ? മൗലവി പണ്ട് കൊടുത്ത സ്വതക്ക സക്കാത്ത് വലിച്ചിട്ടൂടെ? ഈ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അവസാനം നരകത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റിൽ നമ്മൾ പെടും. അതുകൊണ്ട് 60 കൊല്ലം എന്റെ അടിമ എന്നോട് ആത്മാർത്ഥമായി ചോദിച്ചതിന് അറ്റമില്ലാത്ത 60 അല്ല, 600 അല്ല, 6000 അല്ല, 60,000 അല്ല, അറ്റമില്ലാത്ത ലോകത്ത് സന്തോഷം ഞാൻ അവന് നൽകാൻ കാത്തിരിക്കുകയാണ്. ഇതാണ് ദുആഇന്റെ രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താ? മൂന്നാമത്തത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മൂന്നാമത്തത് ദുആ ചെയ്തത് കൊണ്ട് പടച്ചോൻ ദുനിയാവുന്ന ഉത്തരം നേർക്കുനേരെ നൽകിയിട്ടില്ലെങ്കിലും അതുവഴി നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങളെ, പ്രയാസങ്ങളെ അല്ലാഹു ഇല്ലാതെയാക്കും. എന്താ പറഞ്ഞറിയോ? വണ്ടി ഇങ്ങനെ പോവുകയാണ്, മറിഞ്ഞു, ബാക്കിയുള്ളവരുടെ തല പൊട്ടി, കയ്യ് പൊട്ടി, കാല് പൊട്ടി, നമുക്ക് ചെറിയ മുറിവ്. നമ്മൾ പറയില്ലേ പടച്ചോൻ കാത്തു. ആ കാത്തതെങ്ങനെ അറിയോ? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മള് പടച്ചോനെ കച്ചവടത്തിൽ നീ വർധനവ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. കച്ചവടപ്പോഴും അതേപോലെയാണ്. പക്ഷെ അല്ലാഹ് ഇതിന്ന് രക്ഷപ്പെടുത്തി. പടച്ചോ ഇതിന്ന് രക്ഷപ്പെടുത്തി. ഉമ്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മുട്ടുകാലിന്റെ വേദനയും ഊരവേദനയും മാറാൻ വേണ്ടി ദുആ ചെയ്തു. അത് കുറച്ചേ മാറ്റുള്ളൂ, ബാക്കി അവരുടെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മാറും. അഥവാ മാറിയിട്ടില്ലെങ്കിലും തല പൊട്ടുന്നതിൽ നിന്ന്, ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അങ്ങേയറ്റം വരുന്നതിൽ നിന്ന് പടച്ചോൻ ഓരോ ദുആ കൊണ്ടും ഓരോ അപകടത്തിൽ നല്ല കാത്തുകൊണ്ടേയിരിക്കും. ഇത് 3ഉം പ്രാർത്ഥനക്കുള്ള ഉത്തരാണ്. ഇത് 3ഉം ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഗസയിലെ കുട്ടികൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ചിലപ്പോ ഒരു പ്രാർത്ഥന എന്തായിരിക്കും? അല്ലാഹുവേ ഞങ്ങളെ ശുഹദാക്കളായി മരിപ്പിക്കണമേ. പടച്ചോ നടപ്പിലാക്കുണ്ടാവും. 2 അല്ലാഹുവേ ഞങ്ങളുടെ നാട് തിരിച്ചു തരണമേ. ഇൻഷാ അല്ലാഹ് തരും. അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് പറഞ്ഞതാ തിരിച്ചു തരും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇപ്പോൾ നടത്തുന്നത് പരീക്ഷണമാകാം. അല്ല, അതിന്റെ പിന്നിൽ പടച്ചവൻ നമ്മൾക്ക് അവർക്ക് നൽകുന്ന പരലോകത്ത് നൽകുന്ന മഹനീയമായ സ്വർഗാരാമങ്ങൾ ഉണ്ടാകും. ഇതന്നെയാ നമ്മളെ വിഷയത്തിലും. ഒന്നുകിൽ ദുനിയാവെന്ന് കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത് നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ദുനിയാവെന്ന് ഓരോ പ്രാർത്ഥനക്കും ഇബാദത്ത് ചെയ്തതിന്റെ കൂലിയും കിട്ടും. 3 നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദുനിയാവിൽ നിന്ന്
പടച്ചോൻ നമുക്ക് ഷർറാണ് എന്ന് വിചാരിച്ച് തടഞ്ഞു നിർത്തുമ്പോഴും അപകടത്തിൽ നിന്ന് നമ്മുടേത്, ബാപ്പാന്റേത്, ഉമ്മാന്റേത്, കുട്ടിയുടേത്, നമ്മുടെ സമ്പത്തിന്റേത് അപകടത്തിൽ നിന്ന് പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കും. ഇനി ഏതിനാ കൂട്ടരെ നമുക്ക് മടുപ്പ്? നമ്മൾ 10-15 കൊല്ലം ചോദിച്ചു, കിട്ടിയില്ല. സാരല്ല കൂട്ടരെ, സാരെല്ലാം പടച്ചോൻ അതുവഴി 15 കൊല്ലമായി നിസ്കരിക്കണോന്റെ കൂലിയായി എഴുതി വെക്കുക, 16 കൊല്ലമായി ഹജ്ജ് ചെയ്തോന്റെ കൂലി എഴുതി വെക്കുക, 15 കൊല്ലമായി നോമ്പ് നോറ്റവന്റെ കൂലിയാണ് എഴുതി വെക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് ആനന്ദമുണ്ടാകണം. തേടി ആത്മാർത്ഥമായി പടച്ചോണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ആദ്യമായിട്ട് ഉംറക്ക് പോയി, ആദ്യമായിട്ട് ഹറമിന്റെ അന്നത്തെ പരിസരം നമുക്കറിയാം. വളരെ ശക്തമായി ലക്ഷോപലക്ഷം വരുന്ന ആൾക്കാർ ഒന്നിച്ച് കൂടിക്കാണുന്ന സമയമാണ്. ആദ്യമായിട്ട് പോയൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ്, ആ ബാഗാണ് പോയി. ഹറമിന്റെ ഉള്ളിൽ നിന്ന് ബാഗാണ് പോയി. പാസ്പോർട്ട്, വിസ, അതിന്റെ ടിക്കറ്റ്, അതിന്റെ അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും, കാണിച്ചു കൊടുക്കേണ്ട രേഖകൾ, പൈസ, എന്തൊക്കെ ഉണ്ടോ മുഴുവനും വന്ന ബാഗാണ് പോയത്, മുഴുവനും. അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? മൗലവി എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാ ഗൾഫിൽ വന്ന്, ഇത് പോയാൽ അവിടെ പോകണം, നടക്കാൻ പറ്റുമോ, പോലീസ് പിടിക്കോ, ഇനി എന്താ നാട്ടിക്ക് പോകാള്, ആരോടത് പറയേണ്ടത്? ഒന്നുമില്ല. ഞാൻ കഅബാലയത്തിന്റെ അവിടെ വെച്ച് പടച്ചോനോട് ഇന്റെ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചതാ, പടച്ചോനെ എനിക്കുറപ്പാണ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്കിടയ്ക്ക് ഒരാളായിട്ട് നീ എന്നെ എത്തിച്ചിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്കിടയിൽ വീണിട്ടുള്ള എന്റെ ബാഗും പടച്ചോനെ നീ എന്നിലേക്ക് എത്തിക്കണം. അതേമോനെ ഹിജറ ഇസ്മായിലിന്റെ അവിടെ നിന്നിട്ടുള്ള സെക്യൂരിറ്റി പോലീസ് എന്റെ അടുക്കലേക്ക് വന്നിട്ട് ഉറക്കങ്ങനെ എന്റെ മുന്നിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇതാരതാണ്? ഞാൻ പടച്ചോനെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു മൗലവി. പ്രാർത്ഥിച്ചാൽ, ഇഖ്ലാസിൽ പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, ഒരു ദിവസം ഒരു 5 മിനിറ്റ് ചെലവഴിച്ച് പ്രാർത്ഥിച്ചാൽ പടച്ചോൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ചെറിയൊരു കാര്യം സൂചിപ്പിക്കാനാണ്. റജബ് മാസത്തിലാണ്. റജബ് മാസം പരിശുദ്ധ ഇസ്ലാമിൽ 4 പവിത്രമായ മാസങ്ങളിൽ ഒന്നായി അള്ളാഹു എണ്ണിയതും യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളിൽ ഒന്നായി എണ്ണിയ മാസവുമാണ് റജബ് മാസം. അതിന്റെ സവിശേഷതയും പവിത്രതയും ഈ മാസത്തിനുണ്ട്. എന്നാൽ അതല്ലാത്ത പ്രത്യേകമായൊരു നിസ്കാരോ, നോമ്പോ, ദിക്റോ, ദുആയോ, ഭക്ഷണമോ ഇതിന്റെ പേരിൽ ചെയ്യുക എന്നുള്ളത് പ്രവാചകന്റെ ചര്യയിലോ ഇസ്ലാമിലോ ഇല്ലാത്തൊരു കാര്യമാണ്. അത് നമ്മുടെ നാട്ടിൽ ഇനിങ്ങനെ വരാൻ വേണ്ടി പോകും. അടുത്ത ആഴ്ച, ഈ ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. നമ്മളിതിൽ അറിയേണ്ട ഒരു സംഗതി, എല്ലാ വ്യാഴവും തിങ്കളും നോമ്പുണ്ട് എന്ന് പഠിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ അറബി മാസത്തിൽ 13, 14, 15 നോമ്പുണ്ട് എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അറഫ നോമ്പും ഒക്കെ പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പെടുത്താൽ സ്വർഗ്ഗം ഉണ്ടാവും. പഠിപ്പിക്കാത്തൊരു ആരാധന കൊണ്ടുവന്ന് നമ്മൾ ചെയ്താൽ നോമ്പല്ലേ? എന്താ ഇനി പ്രശ്നം നോക്കണം? അതിനാണ് ഇസ്ലാമിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കണ ബിരിയാണി കബ്സിയാക്കണിന്ന് പറയണ പേരല്ല. നബിന്റെ കാലത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിക്കണ പേരല്ല ബിദ്അത്ത്. മതത്തിൽ അള്ളയും റസൂലും പഠിപ്പിക്കാത്തൊരു കാര്യം നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന കാര്യത്തിനാണ് ബിദ്അത്ത് എന്ന് പറയാം. ലളിതമാണ്. അതുകൊണ്ടാണ് ഓരോ ഖുതുബിലും കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടിലേക്കാണ്, വഴികേട് നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് മിഅ്റാജ് നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ ഒരുപാട് സഹോദരിമാരൊക്കെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നവരാകാം, പല നാട്ടിലേക്ക് ഇവിടുന്ന് കല്യാണം കഴിച്ച് പോയവരാകാം. നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹിജറന്റെ മുന്നേ നടന്നതാണല്ലോ മിഅ്റാജ്. നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. മിഅ്റാജ് നബിന്റെ ഹിജറന്റെ മുന്നേ നടന്നതാണ്. ഹിജറയ്ക്ക് ശേഷം 10 കൊല്ലം കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണത്. ഞാൻ 10 കൊല്ലമുണ്ട്. മിനിമം 10 കൊല്ലം
മിഅ്റാജിന് ശേഷം 10 കൊല്ലം നബി ജീവിച്ചതിന്റെ തെളിവ് ദുനിയാവിലുണ്ട്. 10 കൊല്ലം മദീനത്ത് ഒരു വട്ടം പോലും നബി നോറ്റിട്ടില്ല. സഹാബാക്കളോട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പരിശുദ്ധ ഖുർആൻ ആയത്തുമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് നോക്കും. കാരണം അതാണ് 10 കൊല്ലത്തിൽ പ്രവാചകൻ ചെയ്തിട്ടില്ലെങ്കിൽ, സഹാബാക്കളോട് ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് മതത്തിൽ ഇല്ലാത്തതാണെന്നാണ്. പിന്നെ ചില പണ്ഡിതന്മാരുടെ കിതാബിൽ വന്നിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഒരു പരാമർശം വന്നിരിക്കുന്നു. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഗുനിയ എന്ന പുസ്തകത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് പണ്ഡിതന്മാർ, ആലിമീങ്ങൾ റജബ് മാസത്തിൽ മിഅ്റാജ് നോമ്പ് ബിദ്അത്താകുന്നു എന്ന് പറഞ്ഞപ്പം ചില നല്ലവരായ മനുഷ്യർ അവർ പറഞ്ഞു, ചില മുൻഗാമികളുടെ ഗ്രന്ഥത്തിലൊക്കെ ചില ഹദീത്ത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ബുഖാരി, സ്വഹീൽ ബുഖാരിക്ക് ഫത്ഹുൽ ബാരി എന്ന ശറഹ് എഴുതിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി ആ വിഷയം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മുഴുവൻ ഭാഗവും പറഞ്ഞിട്ട് അതിൽ പറഞ്ഞിട്ട് വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ലം യരിദ് ഫീ ഫളി ശഹ്രി റജബിൻ, റജബ് മാസത്തിൽ അള്ളയും റസൂലും പഠിപ്പിക്കാത്ത പുതിയ ചില പ്രത്യേകതകൾ ഇസ്ലാമികമായി വന്നിട്ടില്ല. വലാ ഫീ സിയാമിൻ ശൈഉം മിൻഹു മുഅയ്യിൻ, ഒരു പ്രത്യേകമായ നോമ്പ് മിഅ്റാജുമായി ബന്ധപ്പെട്ട് റജബുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല ഇസ്ലാമിൽ. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യുസ്ലിഹു ലിൽ ഹുജ്ജ, ഇസ്ലാമികമായി തെളിവ് പിടിക്കാൻ പറ്റിയ സ്വഹീഹായ ഒരൊറ്റ റിപ്പോർട്ടും വന്നിട്ടില്ല. അപ്പോൾ ആണ് ആളുകൾ ചോദിച്ചല്ല, അപ്പൊ മുൻഗാമികളായ ചില ആൾക്കാരുടെ പുസ്തകങ്ങൾ വന്നിട്ടില്ലേ? അൽ അഹാദീസു സ്വരീഹ് അൽ വാരിദ ഫീ ഫളി റജബ്, അതിന്റെ നോമ്പും റജബിന്റെ മിഅ്റാജ് നോമ്പും റജബിന്റെ ശ്രേഷ്ഠതകളുമായി വന്നിട്ടുള്ള മുഴുവൻ ഹദീത്തുകളും രണ്ടായി തിരിക്കാം. ഒന്ന് ഖിസ്മുൽ ദഈഫ്, ദുർബലമായ ഹദീസുകൾ, വഖിസ്മു മൗദൂഇൻ, 2 കെട്ടിച്ചമച്ച ഹദീസുകൾ. വിശദമായിട്ട് പറയാൻ അതിൽ ഒന്നാമത്തതിൽ 21 ഉണ്ട്. അതിലൊന്ന് ഉദ്ധരിക്കാട്ടോ, ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ യുഖാലു ലഹു റജബ്, അള്ളാഹുവിന് സ്വർഗത്തിൽ കുറെ അരുവികളുണ്ട്, ഒരു അരുവിന്റെ പേരാണ് റജബ്. അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ മിഅ്റാജ് നോമ്പോൽക്കണം. മിഅ്റാജിന്റെ തലേ ദിവസം 12 റക്അത്ത് നിസ്കരിക്കണം. ആ 12 റക്അത്ത് നിസ്കരിക്കുകയും നോമ്പോൽക്കുകയും ചെയ്ത ആളുകൾക്ക് 700 ആളുകളെ പരലോകത്ത് ശുപാർശ ചെയ്യാൻ അനുവാദമുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ സഹോദരങ്ങളെ നേർക്കുനേരെ പറയാൻ, ഇസ്ലാമികമായി സ്ഥിരപ്പെടാത്ത ഒരു നോമ്പ് നമ്മൾ നോക്കുക എന്നുള്ളത് മതപരമായി കുറ്റമാണ്. ആ കുറ്റം പ്രവാചകന്റെ പേരിൽ ഒരു കളവ് ഇല്ലാത്തത് കെട്ടിച്ചമക്കുകയാണ്. അത് ചെയ്യുന്നവനാണ് വലാലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച മുഴുവൻ സുന്നത്ത് നോമ്പുകളും ആവേശത്തോടുകൂടി നോക്കുക. എന്നാൽ മിഅ്റാജിന്റെ ദിവസം ഒരു പ്രത്യേകമായി ഒരു നോമ്പ് പ്രവാചകൻ സ്ഥിരപ്പെടാത്തത് കൊണ്ട് നമ്മൾ ആരും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചെയ്യരുത് എന്ന് ആത്മാർത്ഥമായി പറയുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായും ഇഖ്ലാസോടെ യഖീനോടുകൂടി നിർവഹിക്കുവാനും അതിനുത്തരം നൽകുവാനും നാഥാ നീ തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാഥാ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുടെ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കുടുംബം നോക്കുന്നതിന് വേണ്ടി വിദേശ നാടുകളിലേക്ക് പോയവർക്കെല്ലാം സമാധാനവും സന്തോഷവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി, മുഅ്മിനുകളായി, മുത്തഖികളായി ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.